ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് പിച്ചി എങ്ങനെയാണ് റീപോർട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പിച്ചി ചെടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മേടിച്ചിട്ട് നട്ടത് അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും വലുതായില്ല, അപ്പോൾ ഇനി വലിയ ചെടിച്ചട്ടിയിൽ നടാമെന്ന് വിചാരിച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മളിവിടെ കൊക്കോ പീറ്റ്, എഗ് ഷെല്ല്, സാധാരണ മണ്ണ്, അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റ് ഇത്ര എടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം, പക്ഷെ ഞാൻ വെർമി കമ്പോസ്റ്റ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ, അപ്പോൾ ഞാൻ അതെടുത്തു. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തു ഒന്ന് മിക്സ് ചെയ്യാൻ പോകണം. ഇപ്പോൾ ഞാൻ ഇട്ടത് മണ്ണിൻ്റെ മുകളിൽ വെർമി കമ്പോസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി കൊക്കോ പീറ്റും ഇട്ടിട്ടുണ്ട്, ചകിരിച്ചോറ് അതും ഇട്ടിട്ട്, പിന്നെ അതിലേക്ക് മുട്ടയുടെ തോട്, അത് ഷെല്ലില്ലേ, എഗ് ഷെല്ല്, അത് പൊട്ടിച്ചിങ്ങനെ വെറുതെ പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് കാൽഷ്യം ഉള്ളതുകൊണ്ട് അതിന് നല്ലതാണെന്നുള്ളത് കൊണ്ടും ചെടിയുടെ കരുത്തിന് നല്ലതാണെന്നുള്ളതുകൊണ്ടുമാണ് എഗ് ഷെല്ല് ഇട്ടത്. അതിനുശേഷം ഞാൻ ഇത്തിരി ബോൺ മീൽ, എല്ലുപൊടി, അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്തു. ഇതിപ്പോൾ ഈ ഞാൻ നടാനെടുക്കുന്ന പോട്ട് ഇത്തിരി വലുതാണ്, പിന്നെ അതിൻ്റെ ഹോൾസും വലുതാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കുറച്ച് ഇലകൾ, കരിഞ്ഞ ഇലകൾ, അത് ഒന്ന് പിച്ചി ഇട്ടിട്ടുണ്ട്. അതിന് മീതെയാണ് ഞാനിപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ് നിറയ്ക്കുന്നത്. ഒരു ഏകദേശം 3/4 ഇച്ചിരി താഴെ ഞാൻ നിറച്ചു. ഈ പോട്ട് ഏകദേശം 14 ഇഞ്ചിൻ്റെ പോട്ടാണ്, അതുകൊണ്ടാണ് ഇത്രയും വലിപ്പം. അപ്പം ഞാനിനി ഇത് മാറ്റി നടാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ആ സ്റ്റിക്ക്, സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ആ സ്റ്റിക്ക് ഒന്നെടുത്ത് മാറ്റണം. അപ്പം ഞാൻ ആ ചെടിയിൽ നിന്ന് ആ സ്റ്റിക്ക് എടുത്ത് മാറ്റി. ഇനി നമുക്ക് പതുക്കെ സൈഡൊന്ന് ഇളക്കി കൊടുക്കാം, നല്ല സ്മൂത്തായിട്ട് വരാനായിട്ടാണ്. മഴ ആയതുകൊണ്ട്, ഇപ്പം നനവുള്ളത് കൊണ്ട് ചിലപ്പം പൊട്ടി വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പതുക്കെ ഒന്ന് കുടഞ്ഞു കൊടുത്തപ്പോൾ അത് പോകുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല, സൈഡിൽ നിന്ന് ഇച്ചിരി മണ്ണ് പോയെങ്കിലും ഞാൻ അത് എന്നിട്ട് എടുത്ത് വെച്ചു. കണ്ടോ, തളർന്ന് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റിക്ക് മാറ്റിയത് കൊണ്ടാണ് ചെടി അങ്ങ് വലുതായി. അതുകൊണ്ട് ഞാൻ വേറെ പോട്ടിലേക്ക് നടുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് മണ്ണ് നിറച്ച് കൊടുക്കണം, ബാക്കിയുള്ള മണ്ണും കൂടെ നിറച്ച് കൊടുക്കുക. ഏകദേശം അതിൻ്റെ അടുത്ത് ആ പോട്ടിൻ്റെ കുറച്ച് സ്ഥലം മാത്രം വിട്ടിട്ട് ബാക്കി മൊത്തം ഞാൻ നിറച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗം ഇനി വളം ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് വേണം സ്പേസ്, അതിന് വേണ്ടി. ഇനി ആ സ്റ്റിക്ക് ഞാൻ ഊരി മാറ്റി ആ സ്റ്റിക്ക് ഒന്ന് സപ്പോർട്ടിന് വേണ്ടി വീണ്ടും കെട്ടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പിച്ചിച്ചെടിയിൽ ഞാനതങ്ങ് കെട്ടിവെച്ചു, ഇതുപോലെ ഇങ്ങനെ കെട്ടിവെച്ചു. ഇനി നമുക്ക് എവിടെയാണോ കൊണ്ടുപോയി വെക്കേണ്ടത് അവിടേക്ക് ഇത് മാറ്റണം. അപ്പം ഞാൻ ഇത് വയ്ക്കാൻ പോകുന്നത് ടെറസിലേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റും. അതിലൊരു മുട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടെറസിലേക്ക് മാറ്റിയിട്ട് 3 ട്യൂബില്ലേ, എന്താ പറയണേ, പൈപ്പിൻ്റെ കുഴൽ, അത് ഞാൻ സൈഡിലായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. 2 ഹോളിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ത്രെഡ് വെച്ചിട്ട് കെട്ടിക്കൊടുത്തു, പ്ലാസ്റ്റിക് കയർ വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്തു. അപ്പോൾ ഇത് 3 എന്ന് വെച്ചാൽ ഇനി മഴയോ കാറ്റോ ഒക്കെ വരുമ്പോൾ ഇത് വീണ് പോകാതിരിക്കാൻ. എന്നിട്ട് ഞാൻ കുറച്ച് കയറും ചുറ്റിക്കൊടുത്തു. അപ്പോൾ ഇനി ഇതിപ്പം ഏകദേശം 4 ഇഞ്ചിൻ്റെ പൈപ്പായിരുന്നു. നല്ല വലുപ്പത്തിൽ ഇത് വന്നാലും അത് നന്നായിട്ട് നിൽക്കും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം മഴ ആയതുകൊണ്ട് ഞാൻ അധികം വെള്ളം ഒഴിക്കുന്നില്ല, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ റീപോർട്ടിങ് കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്.